നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഓടനാവട്ടത്ത് ബി.ജെ.പി. ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വെളിയം റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിലെ തിരഞ്ഞെടുപ്പിനിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ഒരു കൂട്ടം CPIM പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഞങ്ങളുടെ പ്രിയരാം സോദരരെ, തല്ലിച്ചതച്ചൊരു ഗുണ്ടകളെ, CPM തെമ്മാടികളെ, CPM പട്ടികളെ, ത്തിലൂടെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പിടിച്ചടക്കി കോടികളുടെ അഴിമതി നടത്തി പാവപ്പെട്ടവന്റെ സമ്പാദ്യം അടിച്ചു മാറ്റി കള്ളപ്പണവും ഹവാലയും മദ്യവും മയക്കുമരുന്നും പെൺവാണിഭ മാഫിയ സംഘങ്ങളായ ഇടതുപക്ഷ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ താക്കീതുമായി BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് ഇതാ ഈ വെടിത്താരയിലൂടെ നടന്നു വരികയാണ്. കള്ളവോട്ട് ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയും തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനം വെളിയം റീജിയണൽ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ സംവിധാനം അട്ടിമറിച്ച കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾക്ക് നേരിട്ട് ശബ്ദമുയർത്തിയ NDA സ്ഥാനാർത്ഥികളായ BJP പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ച ഇടതുപക്ഷ ക്രിമിനലുകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ റാലി കയ്യും കെട്ടി നോക്കിയിരിക്കാൻ യുദ്ധല്ല യുദ്ധല്ല ഏല്ല വയ്യല്ല പറയുന്നതാരം അറിയാമോ? BJP പറയുന്നതാരം അറിയാമോ? അധ്യക്ഷനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് കിഴക്കേക്കരെ ക്ഷണിച്ചു. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര, അതേപോലെ തന്നെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ BJPയുടെ കൊല്ലം ജില്ലയുടെ സമരാധീനായ പ്രസിഡന്റ് ശ്രീ BB ഗോവിന്ദൻ സാർ, യശോമേഖല ജനറൽ സെക്രട്ടറി ശ്രീ
ജിതിൻ്റെ, അതുപോലെ സംസ്ഥാന കമ്മിറ്റികളായ അജിത് കുമാർ ചാലക്കോണം, ഇവിടെ ഇരിക്കുന്ന മണ്ഡലത്തിൻ്റെ ഭാരവാഹികളുടെ, മോർച്ചയുടെ ഭാരവാഹികളെ, ഏരിയ ഭാരവാഹികളെ, ബൂത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഒരു കാര്യാർത്ഥികളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ വെളിയം ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ സുധാരൻ സാറ്, അതുപോലെ തന്നെ ഓർണാട്ടം ഏരിയയുടെ പ്രിയ നേതാവ് ശ്രീ സാബു കൃഷ്ണ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതി വെളിയം ടാഗോർ സ്കൂളിൽ വെച്ച് നടന്ന ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ CPM-ന്റെ ചില ഗുണ്ടകൾ ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടു. ആ അട്ടിമറിയിൽ നമ്മുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ സാബു കൃഷ്ണയ്ക്ക് കൈക്ക് വെട്ടേറ്റിട്ടുള്ളൂ. പല മുതിർന്ന പ്രവർത്തകർക്കും ഇതിനകത്ത് അക്രമം നേരിട്ടുള്ളതുമാണ്. ഈ CPM എന്തിനാണ് ഈ സഹകരണ ബാങ്ക് ഇലക്ഷനെ പേടിക്കുന്നത്? നമുക്കറിയാം, കൊല്ലം ജില്ലയിലെ താമരക്കുടി, നെടുവത്തൂർ സഹകരണ ബാങ്ക്, ഇങ്ങനെ പുന്നൂരിലെ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക്, ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് കരുവന്നൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ്. ഇവിടെ എല്ലാം തട്ടിപ്പ് നടന്നത് മുഴുത്തിവെക്കാൻ വേണ്ടിയാണ് ഈ ജനാധിപത്യ ധ്വംസനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, 10 ദിവസക്കാലം മുൻപ് ആഗസ്റ്റ് 10-ാം തീയതി വെളിയം റീജിയണൽ സർവീസ് സഹകരണ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അവിടെ മത്സരിച്ചിട്ടുള്ളത് CPIM നേതൃത്വം കൊടുക്കുന്ന LDF-ന്റെ പാനലും അതുപോലെ BJP നേതൃത്വം കൊടുക്കുന്ന NDA-യുടെ പാനലുമാണ് മത്സരിച്ചിട്ടുള്ളത്. LDF-ന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് UDF മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ BJP മത്സരിക്കാൻ തീരുമാനിച്ച അന്നു മുതൽ LDF-ന്റെ നേതാക്കന്മാർ, CPIM-ന്റെ നേതാക്കന്മാർ, നമ്മുടെ വെളിയം ഏരിയ പ്രസിഡന്റ് സുധാകരൻ പരുത്തിയറ, ഓടനാവട്ടം ഏരിയയുടെ പ്രസിഡന്റ് സാബു കൃഷ്ണ, മുരളി മാവിള അടക്കമുള്ള നേതാക്കന്മാരുടെ വീട്ടിൽ കയറി ഇറങ്ങുകയായിരുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണം എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊന്നും കേൾക്കാതെ ജനാധിപത്യ സംവിധാനത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആഗസ്റ്റ് 10 തെരഞ്ഞെടുപ്പ് ദിവസം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട BJP പ്രവർത്തകരെ തുടക്കം മുതലേ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട്, നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്, കള്ളവോട്ട് ചെയ്യിപ്പിക്കുന്ന അടക്കമുള്ള നെറികെട്ട പരിപാടികളാണ് അവിടെ നടത്തി വന്നിരുന്നത്. നമുക്കറിയാം, അനുരൂപ്, ബാബു, ചന്തു, സനൽ എന്നൊക്കെ വിളിക്കുന്ന CPM-ന്റെ പക്ക ക്രിമിനലുകൾ നമ്മുടെ ഏരിയ പ്രസിഡന്റ് സുധാകരൻ പരുത്തിയറ, ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള സാബു കൃഷ്ണ, മറ്റ് നേതാക്കന്മാരെ വളരെ മൃഗീയമായി മർദ്ദിക്കുകയും തുടർന്ന് സാബു കൃഷ്ണയ്ക്ക് കയ്യിൽ വെട്ടേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. നമുക്കറിയാം, യുവമാരെ ഇതല്ല ഇതിനപ്പുറം കാണിക്കുന്നു. നമുക്കറിയാം, കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തെ ഭരിച്ച് ഈ ഒരു അവസ്ഥയിൽ, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്ന ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ബാക്കി പത്രം അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുന്നത്. ഒരു നല്ലവനായ ഒരു മനുഷ്യനുണ്ട്, എനിക്കൊന്ന് പിറകിൽ നിപ്പുണ്ട്, പിറകിലാന്ന് മുമ്പിൽ നല്ലവനായ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. ഒരു സമാധാന പ്രിയനാണ് അദ്ദേഹം, വളരെ നന്ദിയുള്ളവനാണ് അദ്ദേഹം. കാരണം CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൃത്യമായി മാസപ്പടി വാങ്ങിക്കുന്നതിന്റെ നന്ദി പ്രകാശിപ്പിച്ച ഈ സ്റ്റേഷൻ SHO, പൂയപ്പള്ളി SHO എന്ന് പറയുന്ന ബിജു SP, ഇത്രയും നട്ടല്ലില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ജീവിതത്തിന്റെ ഇതുവരെ ചേർത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും നാണം കെട്ട ഒരു ഉദ്യോഗസ്ഥൻ. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽക്കേ BJP-യുടെ നേതാക്കന്മാർ സുധാകരൻ പരുത്തിയറയും സാബു കൃഷ്ണയും മുരളി മാവിളയും മനു വെളിയവും ഷാജി MS അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ പറഞ്ഞു, SHOയോട് പറഞ്ഞു. അപ്പൊ അതിനെയൊക്കെ ഒരു പുല്ല് വില കൊടുത്തുകൊണ്ട് അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ടു, DYSP-യെയും നമ്മുടെ ജില്ലാ അധ്യക്ഷൻ BB ഗോകുമാർ സാർ ബന്ധപ്പെട്ടു. അതിനെ തുടർന്ന് ഞാൻ ഈ പൂയപ്പള്ളി SHOയെ വിളിച്ചു. അപ്പൊ വളരെ നികൃഷ്ടമായ രീതിയിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പഴത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മളോട് പെരുമാറുകയും ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ SHOയാണ്. പണമുണ്ടാക്കാൻ വേണ്ടി ഏതവന്റെയും CPM-കാരന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കാല് നക്കി വിടുവേല ചെയ്യുന്ന ആണും പെണ്ണും കെട്ട ഇതുപോലുള്ള SHO ബിജു, നിങ്ങൾ വേറെ പണി നോക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഇതല്ല നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി ഒന്നെങ്കിൽ CPM നേതാക്കന്മാരുടെ വീട്ടുപണിക്ക് പോകണം, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കുറെ പണികളുണ്ട്, ആ പണിക്ക് നിങ്ങൾ പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അതുകൊണ്ട് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അനുരൂപിനോടും ചന്തുവിനോടും ബാബുവിനോടും സനലിനോടും കൊടുത്താൽ കൊല്ലത്തും കിട്ടും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. വളരെ വിശദമായി ശ്രീ അനീഷ് ഇവിടെ സൂചിപ്പിച്ചു. ആഗസ്റ്റ് മാസം 10-ാം തീയതി വെളിയം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നടത്തേണ്ട രീതിയിലാണോ വെളിയം സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തും ഈ ലോകത്തും എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന പാർട്ടിയാണ് CPM. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചവർ, അങ്ങനെ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ച് ഇത്തരം ആൾക്കാരുടെ നിലപാട് നമ്മൾ വെളിയം സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, വെളിയം സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് തീയതി വരെ പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ അതിനെ ആസൂത്രിതമായി അട്ടിമറിക്കാനാണ് CPM നേതൃത്വം ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കം ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. വെളിയം സർവീസ് സഹകരണ ബാങ്കിൽ BJPയുടെ പരാജയം ഉറപ്പാക്കുക എന്ന തരത്തിലേക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒത്തുചേർന്ന ഈ രണ്ടു മുന്നണികളും UDF കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഇത്തവണ പാനൽ നിർത്തിയിരുന്നില്ല. ഇവർ തമ്മിലുള്ള രഹസ്യധാരണയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞു അനീഷ്, BJP നേതാക്കന്മാരുടെ വീടാന്തരം കയറിയിറങ്ങി പാനൽ നിർത്താതിരിക്കാൻ വേണ്ടി. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ? നിങ്ങൾ തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്ക്, ഈ സർവീസ് സഹകരണ ബാങ്കിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എന്തിനു ഭയക്കുന്നു? അതിന്റെ അർത്ഥം ഈ സർവീസ് സഹകരണ ബാങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ നിൽക്കുന്ന വൻ ബാങ്ക് കൊള്ള, അത് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരികയാണ്. ആ ബാങ്ക് കൊള്ളയുടെ ചിത്രം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ആ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ആദ്യം പാർട്ടിയിൽ പരാതി ഉന്നയിച്ചത് ആ ബാങ്കിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹമാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരടക്കം ഈ ബാങ്കിനെ കൊള്ളയടിക്കുകയാണ്.